നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കാത്തിരുന്ന ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പം വേൾഡ് കപ്പിന് പോകാമെന്ന് ഉറപ്പായതിനു ശേഷം നെയ്മർ ജൂനിയറുടെ പ്രതികരണം, ആരാധകരോട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, നൗ ഇറ്റ്സ് ടൈം ടു സപ്പോർട്ട് ദി ബ്രസീലിയൻ നാഷണൽ ടീം ആൻഡ് ചീർ ഫോർ ദി 6th സ്റ്റാർ. യെസ്, ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ആർത്ത് വിളിക്കേണ്ട സമയമാണ്, സപ്പോർട്ട് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുന്നു. ആറാമത്തെ ആ ഒരു സ്റ്റാറിന് വേണ്ടി, ജേഴ്സിയിൽ ആറാമത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആറാമത്തെ വേൾഡ് കപ്പിന് വേണ്ടി ചീർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, വേൾഡ് കപ്പ് വീണ്ടും ബ്രസീലിലേക്ക് എത്തിക്കാനെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും കടന്നുപോയ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒടുവിൽ വീണ്ടും ഒരു വേൾഡ് കപ്പ് കൂടി കളിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഇറ്റ് ഈസ് അൺബിലീവബിൾ. തീർച്ചയായിട്ടും ആരാധകരുടെ ഈ ഒരു സ്നേഹം അത് സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. ഇനി വേൾഡ് കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. സെർട്ടൻലി ഞങ്ങളുടെ ജീവൻ കൊടുക്കും. വേൾഡ് കപ്പ് ബ്രസീലിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണ്. മെയ് മറന്ന് പോരാടാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ലക്ഷ്യം ഇവിടെ സാധിച്ചെടുത്തിരിക്കുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ള ലക്ഷ്യം, വേൾഡ് കപ്പിന് പോവുക എന്നുള്ള ലക്ഷ്യം. Now it's time to support the Brazilian national team and cheer for the 6th star. Yes, ഇനി ബ്രസീലിയൻ ദേശീയ ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. ആറാം ലോക കിരീടത്തിനായിട്ട് ചീർ ചെയ്യേണ്ട സമയമാണ്. ഞങ്ങൾക്ക് വേണ്ടി ചീർ ചെയ്യുക. ആറാം കിരീടം നമുക്കൊരുമിച്ച് നാട്ടിലേക്ക് എത്തിക്കാം എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത്. സാധിക്കുമോ ബ്രസീലിന് ആറാമത്തെ കിരീടം എത്തിക്കാൻ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. 2002 ഏറ്റവും ഒടുവിൽ ആ കിരീടം ചൂടിയത്. അത് കഴിഞ്ഞ് 2.5 പതിറ്റാണ്ടിനോടടുക്കുമ്പോൾ നെയ്മർ ജൂനിയർ തൻ്റെ അവസാന വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ആ കിരീടം ബ്രസീലിലേക്ക് എത്തുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.